ശ്രീ എം ജയചന്ദ്രൻ ഇവിടെ പ്രജി നിരീക്ഷിച്ചത് അഡ്വക്കേറ്റ് പി എ പ്രജി നിരീക്ഷിച്ചത് വളരെ ശരിയായ കാര്യമാണ്. കാരണം ഈ വാദങ്ങളൊക്കെ തലങ്ങും വിലങ്ങും നടത്തുമ്പോൾ നമുക്ക് പകൽ പോലെ വ്യക്തമാണ്. കാരണം ഇതൊരു ആരോപണത്തിൻ്റെ സ്വഭാവമല്ല, തെളിവുകളോടെ പുറത്തെത്തിയ സംഭവമാണ്. ഈ വിഷയത്തിൽ ഒരു പ്രതിരോധവും യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല, ചില ചീഞ്ഞ പ്രതിരോധങ്ങളല്ലാതെ. പക്ഷേ കോൺഗ്രസ് എന്നിട്ടും രാഹുലിനെ ഭയപ്പെടുന്നൊരു ഘട്ടം എന്ത് എന്നാണ് നാം തലയറഞ്ഞ് ആവർത്തിച്ച് ചോദിക്കുന്നതും ചർച്ച ചെയ്യുന്നത്. ഈ ഓണത്തലയെന്നും ഈ വിഷയം എടുക്കേണ്ടി വരുന്നത് ഇത്തരത്തിൽ ഗൗരവമായൊരു വശം അതിൽ ഉള്ളടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ്. ആ FIR താങ്കൾ കണ്ടിരിക്കുമല്ലോ ശ്രീ എം ജയചന്ദ്രൻ. അതെ അജിംഷാദ്, ഈ പ്രശ്നം രൂക്ഷമായ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് മാറുന്നത് വെറുതെ മാറുകയല്ലല്ലോ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഇപ്പോൾ ബി റജി ഇവിടെ പറഞ്ഞതുപോലെ ഒന്നുമല്ല വസ്തുതകൾ കിടക്കുന്നത്. കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട അത്യഗാധമായ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ പെട്ട് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ നേതാക്കൾക്കെല്ലാം വളരെ വളരെ വലിയ വ്യക്തതയുണ്ട്. അതാണ് താങ്കൾ പറഞ്ഞില്ലേ, രമേശ് ചെന്നിത്തലയുടെ കാര്യം പറഞ്ഞില്ലേ, അതുതന്നെയാണ് സതീശൻ്റെ വർത്തമാനങ്ങളിൽ നിന്നും പുറത്തു വരുന്നത്. അതിലേക്ക് വരാം. അതിന് മുൻപ് പ്രധാനപ്പെട്ട ക്രൈംബ്രാഞ്ചിൻ്റെ ഈ FIRൽ എന്താണ് 2-3 വാചകങ്ങളേ ഉള്ളൂ. അത് മാത്രം ഞാനിന്ന് വായിക്കുകയാണ്. അതറിയണം, നാടറിയേണ്ട ഒരു സംഗതിയാണ് FIRലെ വാചകങ്ങൾ. അതുകൊണ്ടാണ് ഞാനിത് വായിക്കുന്നത്. അതിൽ പറയുകയാണ്, സ്ത്രീകളെ അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായി പ്രതി സോഷ്യൽ മീഡിയ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തും സ്ത്രീകളുടെ മാനപീഡനത്തിനും മാനസിക വേദനയ്ക്കും ഇടയാകുന്ന വിധത്തിൽ പ്രവർത്തിച്ചും നിർബന്ധിത ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന വിധത്തിൽ മെസ്സേജുകൾ അയച്ചും ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയും പ്രതി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA, മേൽവകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളത്. ഇതാണ് FIR. ഈ FIR വെറുതെ പിണറായി വിജയൻ സർക്കാരിനും CPM AK സെൻറ്ററിലും LDFിലെ ബാക്കിയുള്ള കക്ഷികളും കൂടെ തീരുമാനിച്ച് എഴുന്നള്ളിക്കുകയാണ് എന്നുള്ള പരാതി പുറപ്പെടുവിക്കുന്ന ചില മാധ്യമ സുഹൃത്തുക്കളടക്കമുണ്ട്. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ബഹുമാന്യ സുഹൃത്തിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. കണ്ടാൽ ചിരിച്ചു പോകും. ആ സുഹൃത്തിനേക്കാളും തലകുത്തി നിന്നാണ് ഇപ്പോൾ റജി ഇവിടെ സംസാരിക്കുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാവുന്നത്. പ്രശ്നം എന്താണെന്നറിയുമോ? ഞാൻ ഈ FIR വായിച്ചത്, അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ അജിംഷാദ് പ്രസക്തമായൊരു ചോദ്യം ചോദിച്ചു. എന്താണ് അസംബ്ലിയിൽ 15-ാം തീയതി തുടങ്ങാൻ പോകുന്ന അസംബ്ലിയിൽ എന്താണ് കോൺഗ്രസിൻ്റെ CLPയുടെ നിലപാടെന്താണ്? ഒരു നിലപാടുമില്ല. എന്നിട്ട് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ചിഹ്നം പിൻവലിക്കും, അല്ലെ മരവിപ്പിക്കും. അത് വാസ്തവത്തിൽ പാലക്കാട് ജനങ്ങളോട് മാത്രമല്ലെന്നേ. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളോട് മാത്രമല്ല, കേരളീയ ജനതയെ, കേരളത്തിന് പുറത്ത് താമസിക്കുന്ന മലയാളികളെ അടക്കം, അവരുടെ മനസാക്ഷിയെ അടക്കം, അതിനെ അടക്കം ഒരു വിലയുമില്ലാതെ ചോദ്യം ചെയ്യുന്നതിനും അവരെ എന്താ പറയണ്ട, ആ ഭാഷ പറഞ്ഞാൽ ഒരു ചാനലിൻ്റെ ഫ്ലോറിൽ പറയാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അത്രയും പറയുന്നില്ല, ഒരു മിതത്വം പാലിച്ച് പറയുന്നു. അതൊക്കെ കേരളത്തിലെ ആകെ മനുഷ്യരെ ആകെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് ഈ കോൺഗ്രസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നിലപാട്. ഇത് ഇവിടെ മാത്രമല്ല. ഇപ്പോൾ താങ്കൾ ചോദിച്ച ഒരു കാര്യം വളരെ പ്രസക്തമാണ്. പേടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്. ആർക്കാണ് പേടി? കോൺഗ്രസ് നേതൃത്വത്തിനാണ് പേടി. KPCC പ്രസിഡന്റിന് പേടിയുണ്ട്, പ്രതിപക്ഷ നേതാവിന് പേടിയുണ്ട്, പിന്നെയും വേറെ പേടിയുള്ള പലരുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറ്റേ വേറെ 2 വീരന്മാരുണ്ടല്ലോ, ഒരാൾ ജയിലിൽ കിടന്നത്, ഒരാൾ ഒളിച്ചു നടന്നത്. അവരും 2 MLAമാരാണ്, ഒന്നും ചെയ്തിട്ടില്ല. ഇതൊന്നും ചെയ്യാൻ കോൺഗ്രസ്സിന് കഴിയില്ല. പക്ഷേ അവർക്കൊന്നും ഇത്രത്തോളം ഈ ഒരു ബിഹൈൻഡ് ദ കർട്ടൻ സ്വാധീനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പിൻവാതിൽ വഴിയുള്ള വളരെ വലിയ സമ്മർദ്ദങ്ങൾ ചെലുത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിനെതിരെയുള്ള ഈ കഠിനമായ നടപടികളിൽ നിന്ന് ഒളിച്ചോടി മറഞ്ഞു നിൽക്കുന്നത്. എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ ഉള്ളത്? കുറേ ദിവസങ്ങളായിട്ട്, ആഴ്ചകളായിട്ട് അദ്ദേഹത്തെ മണ്ഡലത്തിൽ കിട്ടാനില്ല, വീട്ടിന് പുറത്ത് കിട്ടാനില്ല, അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളിൽ കിട്ടാനില്ല. എന്തുകൊണ്ടാണ്? ആരെങ്കിലും ഈ മനുഷ്യനെതിരെ, ഈ ജനപ്രതിനിധിക്കെതിരെ, ഈ നേതാവിനെതിരെ ആരെങ്കിലും പ്രത്യേകമായി ഒരു ഗൂഢാലോചന നടത്തി എന്തെങ്കിലും കേസുണ്ടാക്കി മനഃപൂർവ്വം കുടുക്കിയതാണോ? ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല കേട്ടോ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല തന്നെ കുടുക്കിയതാണ്,
ട്രാപ്പ് ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ റെജി അടക്കമുള്ള എത്ര പേര് എത്രത്തോളം മണിക്കൂറുകൾ വായിലച്ചാലും റെജി രക്ഷയില്ല. അത് പറയേണ്ട ഒന്നാമത്തെ ആള് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. എന്നെ ട്രാപ്പ് ചെയ്തതാണെന്ന് പറയേണ്ടത്. അങ്ങനൊരു വാചകം അങ്ങനൊരു വാക്ക് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വാക്ക് പറയാത്ത കാലത്തോളം ഉയർന്നു വന്നിട്ടുള്ള പരാതികളെല്ലാം പ്രസക്തമാണെന്ന് കേരളീയ മനസാക്ഷി പരിപൂർണമായും വിശ്വസിക്കും, അത് അംഗീകരിക്കുകയും ചെയ്യും. എന്താ സംശയം?